സ്വാതന്ത്ര്യദിനത്തിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ബി.ജെ.പി. അനുകൂല ചാനലായ ജനൻ ടി.വി. സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പോസ്റ്റർ വലിയ വിവാദങ്ങൾക്കാണ് ഇടം നൽകിയിരിക്കുന്നത്. സ്വാതന്ത്ര്യദിനാശംസകൾ അറിയിച്ച് ജനൻ ടി.വിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച പോസ്റ്ററിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് നേരെ തോക്ക് ചൂണ്ടുന്ന ഫോട്ടോ വെച്ചതാണ് വിവാദത്തിന് കാരണം. സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യമെന്ന ക്യാപ്ഷനോടെയാണ് ജനൻ ടി.വി. സ്വാതന്ത്ര്യദിനത്തിന്റെ പോസ്റ്റർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. പോസ്റ്ററിലുള്ള ഗാന്ധിജിയുടെ തലയ്ക്ക് പുറകുവശത്തായി തോക്ക് ചൂണ്ടുന്നത് ഫോട്ടോയിൽ വ്യക്തമായി കാണാം. പോസ്റ്ററിന് താഴെ നിരവധി പേർ ഇത് ചോദ്യം ചെയ്ത് രംഗത്തെത്തി. കാര്യങ്ങൾ കൈവിട്ടു പോകുമെന്ന് ഉറപ്പായതോടെ പോസ്റ്റർ പിൻവലിക്കുകയും തോക്കൊഴിവാക്കി പുതിയ പോസ്റ്റർ പങ്കുവയ്ക്കുകയും ചെയ്തു. സവർക്കറിന് വലിയ പ്രാധാന്യം നൽകിയുള്ള പോസ്റ്ററിൽ ഗാന്ധിജിയുടെ ചിത്രം നൽകിയിരിക്കുന്നത് ഒട്ടും പ്രാധാന്യമില്ലാത്ത രീതിയിലുമാണ്. ഛത്രപതി ശിവജി അടക്കം പോസ്റ്ററിൽ ഇടം പിടിച്ചപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ ജനൻ ടി.വി. ഒഴിവാക്കിയെന്നും മറ്റുമുള്ള ആരോപണങ്ങളും ശക്തമായി. പോസ്റ്റർ സംബന്ധിച്ച ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി തുടരുന്നതിനിടയിൽ ജനൻ ടി.വിക്കെതിരെ KSU പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര സേനാനികളെയും രാഷ്ട്രപിതാവിനെയും അപമാനിക്കുന്ന തരത്തിൽ പ്രചരണം നടത്തുകയും ഗാന്ധി ചിത്രത്തിന് നേരെ തോക്ക് ചൂണ്ടുന്ന തരത്തിലുള്ള ചിത്രങ്ങൾ ഉപയോഗിച്ച് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താനും ശ്രമം നടത്തിയെന്നും കാണിച്ചാണ് പരാതി.